ഏറ്റവും സ്നേഹത്തോടെ മലയാളത്തിന്റെ ഭാവഗായകന് വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. സംസ്കാര ചടങ്ങുകൾ നാളെയാണ്. പറവൂർ ചേന്നമംഗലം പാലയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. തൃശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം ഇന്ന് രാവിലെ 8 മണിക്ക് പൂങ്കുന്നത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. പിന്നീട് സംഗീത നാടക അക്കാദമിയിലും പൊതുദർശനം ഉണ്ടാകും. ഇന്ന് തന്നെ വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് നമ്മളോടൊപ്പം തൃശൂർ ആശുപത്രിയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സംബന്ധിച്ച വാർത്തകളുമായി സച്ചിൻ. ഭാവഗായകനെ കുറിച്ചുള്ള ഓർമ്മകളിലാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. നമ്മൾ സംസാരിക്കുമ്പോഴും കാതുകളിൽ ഇങ്ങനെ ഒരു മഴ പോലെ പെയ്തിറങ്ങുന്നുണ്ട്. എത്രയോ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചാണ് പ്രിയ ഗായകൻ കടന്നു പോകുന്നത്. സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിലെ ക്രമീകരണം എങ്ങനെയാണ്? മനു, ഇന്നലെ വൈകിട്ട് 7:54 കൂടിയാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിക്കുന്നത്. അതിനുശേഷം സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയൊക്കെ പ്രമുഖരും ജനപ്രതിനിധികളടക്കം തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പൊതുദർശനത്തിനായി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം 8 മണി മുതൽ 10 മണി വരെ പൂങ്കുന്നത്തെ പി ജയചന്ദ്രൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ ബന്ധുക്കളും അതേപോലെ തന്നെ ഈ തൃശ്ശൂരുള്ള സമീപവാസികളടക്കമുള്ള ആളുകൾ പൂങ്കുന്നത്തെ വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിക്കും. അതിനുശേഷം 10 മണിക്ക് ശേഷം തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനത്തിന് വെക്കും. 10 മണി മുതൽ 12 മണി വരെയാണ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ പി ജയചന്ദ്രൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുക. അവിടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മന്ത്രിമാരടക്കമുള്ള ആളുകളൊക്കെ എത്തി അന്ത്യോപചാരം അർപ്പിക്കുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം പി ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മലയാളികളുടെയും അതുപോലെ തന്നെ ലോകത്തെ എല്ലാ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ പി ജയചന്ദ്രൻ്റെ ആ ശബ്ദമാധുര്യം പതിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ തൃശ്ശൂരിലേക്ക് നിരവധി ആളുകൾ പി ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളത്തിൻ്റെയും ലോകത്തിൻ്റെയും സംഗീത പ്രേമികളുടെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ഭാവഗായകൻ കൂടിയായിട്ടുള്ള പി ജയചന്ദ്രൻ. അതിനാൽ തന്നെ വലിയൊരു പൊതുദർശനം തന്നെയായിരിക്കും. സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പൂങ്കുന്നത്തെ പി ജയചന്ദ്രൻ്റെ വസതിയിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെയാണ് ഇന്ന് പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ ഇന്ന് മൃതദേഹം സൂക്ഷിച്ച് നാളെ രാവിലെ 8:30 പൂങ്കുന്നത്ത് നിന്നും എറണാകുളം പറവൂർ ജില്ലയിലെ പി ജയചന്ദ്രൻ്റെ പാലിയത്ത് തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം എത്തിക്കും. വൈകിട്ടോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചത്. 3:30 സംസ്കാര ചടങ്ങുകൾ എറണാകുളം പറവൂരിലെ പാലിയത്ത് തറവാട്ട് വീട്ടിൽ നടക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. പി ജയചന്ദ്രൻ്റെ ആഗ്രഹപ്രകാരമാണ് പി ജയചന്ദ്രൻ്റെ തറവാട്ട് വീടായ പറവൂരിലെ പാലിയത്ത് വീട്ടിൽ സംസ്കാരം നടത്തുന്നത്. അവിടെയും നിരവധി ആളുകൾ പി ജയചന്ദ്രനെ കാണാൻ വേണ്ടി എറണാകുളം ജില്ലയിലെയും അതേപോലെ തന്നെ മറ്റു സംഗീതത്തെ സ്നേഹിക്കുന്ന മറ്റു മേഖലകളിലുള്ളവരടക്കമുള്ള നിരവധി പേർ അവിടെയും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പി ജയചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മലയാളികളുടെയും അതേപോലെ തന്നെ സംഗീത ലോകത്തിൻ്റെയും ഒരു ഹൃദയത്തുടിപ്പായി മാറാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ തന്നെ വലിയ രീതിയിൽ കലാരംഗത്ത് സജീവമായിരുന്നു പി ജയചന്ദ്രൻ. യുവജനോത്സവ വേദികളിലൂടെയായിരുന്നു പി ജയചന്ദ്രൻ മൃദംഗത്തിലും അതേപോലെ തന്നെ ലളിതഗാനത്തിലടക്കം മാസ്മരികത തീർത്തുകൊണ്ട് ഈ കലാരംഗത്തേക്ക് സജീവമായി രംഗത്തെത്തുന്നത്. പി ജയചന്ദ്രൻ്റെ വിടവാങ്ങലിനെ തുടർന്ന് നിരവധി പ്രമുഖർ, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള നിരവധി പ്രമുഖർ, സാംസ്കാരിക സിനിമാ രംഗത്തെ നിരവധി പ്രമുഖരൊക്കെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ വലിയൊരു പൊതുദർശനം തന്നെയാണ് ഇന്ന് നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. മനു, സച്ചിൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എന്തുമാത്രം സമയമെടുത്താലും തികയില്ല. കാരണം അത്രമാത്രം പാട്ടുകളാണല്ലോ. ജയേട്ടൻ എന്നാണ് മലയാളി ഇങ്ങനെ ഏറ്റവും സ്നേഹത്തോടെ പി ജയചന്ദ്രനെ വിളിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. കാരണം അത്രമാത്രം ജ്യേഷ്ഠതുല്യനായ ഒരു മനുഷ്യൻ. കടന്നു പോകുമ്പോൾ ഓർമ്മകൾ ഒരുപാടുണ്ട് സച്ചിൻ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ. ഇപ്പോൾ സച്ചിൻ പറഞ്ഞതുപോലെ തൃശ്ശൂരുകാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് എത്ര സമയം അദ്ദേഹത്തെ കണ്ടാലും കേട്ടാലും മതി വരില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പൊതുദർശന ചടങ്ങുകളൊക്കെ നീണ്ടു പോകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇന്ന് ഈ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിന് ശേഷം വീണ്ടും പൂങ്കുന്നത്തെ വീട്ടിൽ പിന്നീട്
ഈ പറയുന്നത് പോലെ ആളുകൾക്ക് കാണാനുള്ള സൗകര്യമുണ്ടോ? തീർച്ചയായും മനു, ഉച്ചയ്ക്ക് ശേഷം പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെയാണ് മൃതദേഹം ഉണ്ടാവുക. അവിടെ വെച്ചാണ് ഭാര്യ, പൂങ്കുന്നത്തെ വീട്ടിലാണ് ഭാര്യ ലളിത, അതേപോലെ തന്നെ മക്കളടക്കമുള്ള ഗായകരായിട്ടുള്ള രണ്ട് മക്കളാണ് പി ജയചന്ദ്രനുള്ളത്. അവരടക്കമുള്ള ആളുകളും ബന്ധുക്കളും അടക്കമുള്ള ആളുകളൊക്കെ ഈ വസതിയിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ സംഗീത നാടക അക്കാദമിയിൽ സംസ്ഥാന മന്ത്രിമാരും അതേപോലെ മറ്റ് സാംസ്കാരിക സിനിമാ രംഗത്തെ പ്രമുഖരൊക്കെ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തും. അവിടെ വലിയൊരു തിരക്ക് തന്നെ അനുഭവപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്ന് വൈകിട്ടോടുകൂടെ തന്നെ സംസ്കാരം പറവൂരിലെ വീട്ടിൽ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ ഈ ഭാവഗായകൻ മലയാളികളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി നിരവധി പ്രയർ ഈ പൊതുദർശന വേദികളിലൊക്കെ എത്തും എന്നതിനാൽ തന്നെ ഈ സംസ്കാര ചടങ്ങ് നാളത്തേക്ക് മാറ്റുകയായിരുന്നു. നാളെ വൈകിട്ടോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലും അതേപോലെ തന്നെ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും അടക്കം നിരവധി ഗാനങ്ങൾ 16,000-ലധികം ഗാനങ്ങളിലാണ് പി ജയചന്ദ്രൻ ആലപിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പി ജയചന്ദ്രൻ പ്രായാധിക്യമായപ്പോൾ പോലും പി ജയചന്ദ്രൻ്റെ ശബ്ദമാധുര്യം യുവത്വം തുളുമ്പുന്ന ഒരു ശബ്ദമാധുര്യം തന്നെയാണ്. അത് മലയാളികൾ ഹൃദയത്തിലേറ്റിയതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ സംഗീത പ്രേമികളും ഹൃദയത്തിലേറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് പി ജയചന്ദ്രൻ എന്ന ഗായകനെ ഭാവഗായകനാക്കിയതും. മലയാളത്തിൽ നിരവധി ഹൃദയത്തുടിപ്പ് തുളുമ്പുന്ന നിരവധി ഗാനങ്ങൾ തന്നെയാണ് പി ജയചന്ദ്രൻ ആലപിച്ചിരിക്കുന്നത്. അതിൽ നിരവധി പുരസ്കാരങ്ങളും പി ജയചന്ദ്രനെ തേടി എത്തിയിട്ടുണ്ട്. മലയാളത്തിലും അതേപോലെ തന്നെ മറ്റു ഭാഷകളിലും നിരവധി പുരസ്കാരങ്ങളാണ് പി ജയചന്ദ്രനെ തേടി എത്തിയത്. 5 തവണ പി ജയചന്ദ്രന് മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്തിട്ടുണ്ട്. 1972 പണിതീരാത്ത വീട് എന്ന സിനിമയിലെ ഗാനത്തിന് ആദ്യമായി പുരസ്കാരം ലഭിച്ചു. അവസാനമായി സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് 2017-ലാണ്. 2000-ലെ 97-ൽ അതേപോലെ തന്നെ 94-ൽ പിന്നെ 2015-ൽ ആണ് അവസാനമായി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നിരവധി പുരസ്കാരങ്ങൾ, അതായത് കൈരളി അടക്കം നൽകുന്ന കൈരളി സ്വരലയ പുരസ്കാരം അടക്കം പി ജയചന്ദ്രനെ തേടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റ് പുരസ്കാരങ്ങൾ നിരവധി, ഈ സംസ്ഥാന പുരസ്കാരങ്ങളെ കൂടാതെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും പി ജയചന്ദ്രനെ തേടി എത്തിയിട്ടുണ്ട്. പി ജയചന്ദ്രനെ 1985-ലാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ഗായകനുള്ള 33ാമത് പുരസ്കാരം പി ജയചന്ദ്രനെ തേടി എത്തിയിട്ടുള്ളത്. പി എ ബക്കർ സംവിധാനം ചെയ്ത ഗുരു എന്ന സിനിമയിലെ ഗാനത്തിനായിരുന്നു രാജ്യം പുരസ്കാരം നൽകി ആദരിച്ചത്. അത്തരത്തിൽ വലിയ ഒരു നേട്ടം കൈവരിക്കാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചിട്ടുണ്ട്. യുവജനോത്സവ വേദികളിൽ മൃദംഗത്തിലും അതേപോലെ തന്നെ ലളിതഗാനത്തിലൊക്കെ മാസ്മരികത തീർത്തുകൊണ്ടാണ് പി ജയചന്ദ്രൻ കേരള സമൂഹത്തിലെ ഒരു മികച്ച വ്യക്തിയായി മാറുന്നത്. അത് മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ യേശുദാസിനൊപ്പം തന്നെ പി ജയചന്ദ്രനും ഒരു സാന്നിധ്യം തെളിയിക്കാൻ വേണ്ടി സാധിച്ചു. അത് പിന്നീട് സിനിമ ലോകത്തും സിനിമ ഗാനാലാപന രംഗത്തൊക്കെ ഈ യേശുദാസിൻ്റെ കൂടെ തന്നെ പി ജയചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഒരു വലിയ സാന്നിധ്യം മലയാളത്തിലും മറ്റു ഭാഷകളിലും തെളിയിക്കാൻ വേണ്ടി പി ജയചന്ദ്രന് സാധിച്ചു എന്നത് വലിയൊരു നേട്ടം തന്നെയാണ്.